ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മഴയൊരു വികാരമാണെന്നല്ലേ പറയുന്നത്. ആ മഴയത്ത് അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഇറങ്ങി നിൽക്കും എൻ്റെ വികാരങ്ങളെല്ലാം ഒന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി. വേറൊരു വികാരങ്ങളും അല്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ചാർലി ചാപ്ലിനൊക്കെ പറയാറുണ്ടല്ലേ, എന്താ പറയുക, മഴയത്തൊക്കെ ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കരയുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണീരാരും കാണിയാലെന്ന്. അതുപോലെയൊക്കെ തന്നെ ഞാനിങ്ങനെ മഴയത്ത് ഇറങ്ങി നിൽക്കും കേട്ടോ. ഇനി ഞാൻ ആകെ ഡിപ്രഷൻ മൂഡിലാട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PCODയുടെ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇപ്പം ഹോർമോൺ ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ തുടങ്ങിയ പിന്നെ എൻ്റെ ശരീരത്തുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിൻ്റെ ലോലവാന്നൊക്കെ പറയുകയല്ലേ, അതുപോലെയൊക്കെ തന്നെ കേട്ടോ. ഭയങ്കര വിഷമമാണ്. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സഹിക്കാനോ താങ്ങാനോ പറ്റത്തില്ല എനിക്കത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ കഥ പറയുമ്പോൾ സിനിമയ്ക്കകത്ത് മമ്മൂക്ക പറയുന്നില്ലേ, എൻ്റെ മുന്നിലോ ബാല എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് അടിക്കല്ലേ, എൻ്റെ പൊന്നടാവേ എനിക്കത് സഹിക്കാൻ പറ്റിയല്ലായിരുന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. എന്തിനെനിക്ക് കണ്ണ് നിറഞ്ഞതെന്ന് സത്യത്തിൽ എനിക്കറിയത്തില്ല കേട്ടോ. അതുപോലെ എനിക്ക് വിഷമമോ ഭയങ്കരമായിട്ട് അങ്ങനെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വിഷമാവും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും കേട്ടോ. എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ ഞാൻ അപ്പോൾ ദേഷ്യപ്പെടും, ഭയങ്കരമായിട്ട് അല്ലറി ദേഷ്യപ്പെടും. എൻ്റെ സൗണ്ട് ഞാൻ എൻ്റെ ആരോഗ്യം ഞാൻ ഫുള്ളെടുത്ത് ഞാൻ അരിശപ്പെടും കേട്ടോ ചെയ്യുന്നത്. പിള്ളേരുടെ അടുത്താണെങ്കിൽ എനിക്ക് എന്താ പറയുക, അവർ പഠിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അരിശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ പറഞ്ഞാൽ അനുസരിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര സഹിക്കാൻ പറ്റില്ലാത്ത പോലെ ഞാൻ ഭയങ്കരമായിട്ട് അരിശപ്പെടും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ സ്വയം ഇങ്ങനെ വിലയിരുത്തി കഴിയുമ്പോൾ എനിക്കറിയാം, നേരത്തെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും തല പോണ കേസ് വന്നാലും എനിക്കൊരു പ്രശ്നമില്ലെന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ അത് പറ്റത്തില്ല. എന്തെങ്കിലും തല പോകുന്ന കേസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനങ്ങോട്ട് പ്രതികരിക്കണം, അതിനോട് ഭയങ്കരമായിട്ട് ഓവറായിട്ട് എനിക്ക് ഇമോഷൻസ് ഭയങ്കരമായിട്ടും കൂടുതലാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കതുകൊണ്ട്. പിന്നീട് ഞാൻ ഓർക്കും, ഞാനിങ്ങനെ ഹോർമോണുകളുടെ വ്യതിയാനം കൊണ്ടായിരിക്കും, സാധാരണ പീരിയഡ്സ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ഗർഭിണിയൊക്കെ ആയിരിക്കുമ്പോൾ ഏതവസ്ഥയിലാണോ ആ ഘട്ടത്തിലൂടെ ആട്ടോ ഞാൻ കടന്നു പോകുന്നത്. ഭയങ്കര ഡിപ്രഷനാണ്. ഒന്നും ആയിട്ടില്ല, ജീവിതത്തിൽ ഒരു സ്ഥലത്ത് പോലും എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്ന് ടെൻഷനായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരുപാട് മുടിയൊന്നും ഇല്ലായിരുന്നു, കുറച്ച് മുടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഉള്ള മുടിക്ക് നല്ല കട്ടിയൊക്കെ ഉള്ള മുടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ട എൻ്റെ മുടി മൊത്തം ഊരുക, നമ്മുടെ കയ്യിലിങ്ങനെ പിടിച്ചിട്ടിങ്ങനെ ഊരിയെടുക്കുകയാണെങ്കിൽ തലയോട്ടിയെന്ന് മൊത്തം പറഞ്ഞു പോരുന്ന പോലെ ആട്ടോ എൻ്റെ മുടി പോരുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഈ ഹോർമോണുകളുടെ വ്യതിയാനം, അതുപോലെ തന്നെ താരൻ, അതൊക്കെ ഈ ഹോർമോണുകളുടെ പ്രശ്നം കൊണ്ടല്ലേ ഉണ്ടാകുന്നത്. അത് കൂട്ടൊക്കെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കൂട്ട പ്രശ്നങ്ങളാണ് കേട്ടോ. ഇങ്ങനെ തലമുടി ഭയങ്കരമായിട്ട് പൊഴിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കറക്റ്റായിട്ട് ഈ പീരിയഡ്സ് കറക്റ്റായി കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഓൾറെഡി കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെ മൈൻഡൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കും, എന്ത് പ്രശ്നം വന്നാലും ഒരു കുഴപ്പമില്ലായിരിക്കും കേട്ടോ. പക്ഷേ എനിക്കെന്ന് പറഞ്ഞുകൊണ്ട് തലമുടി ഇരിക്കുന്നതുകൊണ്ട് ചകിരിനാരെങ്ങനെ ഇരിക്കുന്നോ ആ ഒരു സെയിം അവസ്ഥയൊക്കെയാണ് ഞാൻ കടന്നു പോകുന്നത് കേട്ടോ. തലയിൽ എന്ത് തേച്ചാലും തലമുടി ഈ സെയിമായിട്ട് കൊഴിയുകൊണ്ടിരിക്കുക കേട്ടോ. തലമുടി ഈരാൻ വരെ എനിക്ക് പേടിയാണ്. ഈരിക്കഴിഞ്ഞാൽ ചീപ്പേ നിറച്ച്, നമുക്കാണെങ്കിലും സങ്കടം വരില്ല, നമ്മളൊരു സംഭവം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമാവില്ലേ. അതുപോലെ മിക്കവാറും ഞാൻ മൊട്ടത്തലയാവാനാ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ തലമുടിയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് ഒരു ചിലപ്പോൾ ഞാൻ എന്താ പറയുക, തലമുടി ചിലപ്പം ഇനി ഉണ്ടാവുമായിരിക്കും. നമ്മുടെ ഇതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ നേരെയായിട്ട് ക്ലിയറായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടാട്ടോ ഇങ്ങനെ. ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടാണ് ഈ പീരിയഡ്സിനെ നമ്മൾ നിർത്തിയേക്കുന്നത് വെച്ചാൽ ഒരു ഹോർമോൺ ഗുളിക കഴിച്ചാണ് നമ്മളിതിനെ നിർത്തിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആവാം, അതൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡ് ഇങ്ങനെ വളരെയായിട്ടും ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഒരുപക്ഷെ ഇതൊക്കെയാണ് ഡിപ്രഷനിലേക്ക് നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കരമായിട്ടും മുഖത്തൊക്കെ അപ്പടി ഇങ്ങനെ കുരുക്കൾ കേട്ടോ. കുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖക്കുരുവല്ല, വേറെ എന്തൊക്കെ ഒരു കുരുവാട്ടോ നമ്മുടെ മുഖത്തിങ്ങനെ പാടുണ്ടാക്കുന്ന കൂട്ടി. ജീവിതത്തിൽ ഒറ്റ നിലയിലും ഒരു സ്ഥലത്തും എത്താത്തതിൻ്റെ വിഷമവും ഉണ്ട് കേട്ടോ. അതിനേക്കാൾ ഏറെ അങ്ങനത്തെ വിഷമങ്ങളൊക്കെ വളരെയായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ബുദ്ധിമുട്ടിക്കുക, ടെൻഷൻ അടിപ്പിക്കുക അങ്ങോട്ട് കിടന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടി ഞാനിങ്ങനെ നടക്കുക കേട്ടോ. തലമുടി ഊരുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും പറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാ